Hi friends, Assalamu alaikum. മലബാർ ടീംസിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ഈസി ആയിട്ട് വളരെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചെമ്മീൻ റെസിപ്പിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് അത് എങ്ങനെ ഉണ്ടാക്കേണ്ടത് നോക്കാം. 300 ഗ്രാം കഴുകി വൃത്തിയാക്കി വെച്ച ചെമ്മീനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂണ് ക്രഷ്ഡ് റെഡ് ചില്ലി, ഇനി അതില്ലാണ്ടെങ്കിൽ സാധാരണ റെഡ് ചില്ലി പൗഡർ ഉപയോഗിക്കാം. അതുപോലെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 3/4 ടീസ്പൂൺ ഉപ്പ്, ഒരു 3 ടീസ്പൂൺ മല്ലിച്ചപ്പ് ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 2 ടീസ്പൂൺ ചില്ലി സോസ്, അതുപോലെ 3 ടീസ്പൂൺ ഓയിൽ, ഒരു ഹാഫ് ചെറുനാരങ്ങൻ്റെ നീര്. ഇനി അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള വെളുത്തുള്ളി, ഗാർലിക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു 10 പീസ് ഗാർലിക്ക് ഞാൻ എടുത്തിട്ടുണ്ട്, അത് ക്രഷ് ചെയ്തിടുക. ശേഷം നല്ലോണം മിക്സ് ചെയ്യുക. ഓക്കെ, ഇനി ഒരു 15 മിനിറ്റ് നമ്മൾ മസാല ഒന്ന് പിടിക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമ്മളത് ഫ്രൈ ചെയ്യാനുള്ള പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടാക്കാം. 2 ടീസ്പൂൺ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ നമ്മളെ ചെമ്മീൻ ആഡ് ചെയ്യാം. വളരെ പെട്ടെന്ന് തന്നെ അത് കുക്ക് ചെയ്യാൻ പറ്റും. മാക്സിമം ഒരു 10 മിനിറ്റാണ് ഇതിനെടുക്കുന്ന ടൈം. ചെമ്മീൻ ആഡ് ചെയ്തതിനു ശേഷം നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ശേഷം ഒരു 3 മിനിറ്റ് നമ്മൾ കവർ ചെയ്താണ്ട് കുക്ക് ചെയ്യാം. ഓക്കെ, 3 മിനിറ്റിന് ശേഷം നമ്മളൊന്ന് ഫ്ലിപ്പ് ചെയ്തതിനു ശേഷം വീണ്ടും ഒരു 3 മിനിറ്റ്, അങ്ങനെ ടോട്ടൽ 6 മിനിറ്റാണ് ഇതിൻ്റെ കുക്കിംഗ് ടൈം. മാക്സിമം ഒരു 6-7 മിനിറ്റ് മതി ഇതിൻ്റെ കുക്കിംഗ് ടൈം. ഓവറായി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എന്താ പറയുക, ടേസ്റ്റ് മാറിപ്പോവും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ ഗാർലിക് ചെമ്മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് സെർവ് ചെയ്യാനുള്ള പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മളെ റെസിപ്പി വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പി, നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.